മാതൃഭൂമി ന്യൂസ് ബിഗ് ഇംപാക്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ഇടപെടലുമായി ഹൈക്കോടതി. കേസെടുത്ത് അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടു. പ്രത്യേക അന്വേഷണ സംഘം കോടതിയുടെ മേൽനോട്ടത്തിലാകും പ്രവർത്തിക്കുക. 6 ആഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കണം. ശബരിമലയിലും മാളികപ്പുറത്തും കോടതി അനുമതി കൂടാതെ അറ്റകുറ്റപ്പണികൾ പാടില്ല എന്ന നിർദ്ദേശവും കോടതി നൽകി. മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട വാർത്തകൾ ശരിവെക്കുന്നതായിരുന്നു കേരള ഹൈക്കോടതിയിൽ വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി എസ് രാഗിൻ, ആർ അനന്തകൃഷ്ണൻ, പ്രശാന്ത് കൃഷ്ണ എന്നിവരാണ് ചേരുന്നത്. ആദ്യം രാഗിൻ, ഹൈക്കോടതിയിൽ നിന്ന് നിർണായകമായ ഇടപെടലുകളാണ് ഉണ്ടായത്. എന്തൊക്കെ നിർദ്ദേശങ്ങൾ ഇന്ന് ഹൈക്കോടതി നൽകി? ഒപ്പം വിജിലൻസ് എന്തൊക്കെ കണ്ടെത്തലുകൾ ഹൈക്കോടതി മുൻപാകെ അറിയിച്ചു? വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇടക്കാല ഉത്തരവിന്റെ രൂപത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ സംഭവങ്ങളിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനാണ്. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തോട് 6 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. SITയോട് 2 ആഴ്ച കൂടുമ്പോൾ ഈ റിപ്പോർട്ടിന്റെ പുരോഗതി കോടതിയെ അറിയിക്കണം. കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാകും കാര്യങ്ങളെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളും ഇടപെടലും. അതോടൊപ്പം തന്നെ കോടതി വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് ഈ ദേവസ്വത്തിന്റെ പക്കലുള്ള രേഖകളൊക്കെ തന്നെ ഹൈക്കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ ആയിരിക്കണമെന്ന് കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. DGP അടക്കം കക്ഷി ചേർക്കണം. ഇന്ന് തന്നെ FIR ഇടുന്ന നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ പോകണമെന്ന നിർദ്ദേശവും കോടതി ഇപ്പോൾ സൂചിപ്പിക്കുകയാണ്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടി കോടതി ഇടപെട്ടിരിക്കുന്നു. അതായത് 2019 കാലഘട്ടങ്ങളിൽ നടന്ന സംഭവങ്ങളെ അടക്കം കോടതി ഈ ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട്. അതായത് ദ്വാരപാലക ശില്പങ്ങൾ മാത്രമല്ല, മറ്റു പല വസ്തുക്കളും, അതായത് ഈ വാതിൽപ്പടികൾ ഉൾപ്പെടെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് പോയിട്ടുണ്ട്. അത് ഇപ്പോൾ വ്യക്തമാകുന്നത്, ഈ കോടതിയുടെ ഇടപെടൽ കാണുമ്പോൾ വ്യക്തമാകുന്നത് വേർതിരിച്ച് കവർന്നു എന്നതാണ്. അതായത് സ്വർണം വേർതിരിച്ച് കവർന്നിരിക്കുന്നു എന്ന കാര്യമാണ് ബോധ്യമാകുന്നത്. പല വസ്തുക്കളും അവിടെ എത്തി. അവിടെ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം അത് വേർതിരിച്ചു. അതിൽ 475 ഗ്രാമോളം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഇതുവരെ ബോർഡിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇതിന്റെ കാര്യങ്ങളിലാണ് ക്രമക്കേട്. മാത്രമല്ല, ഇതിൽ സ്വർണമെന്ന് രേഖപ്പെടുത്താതെ മഹസറിലടക്കം ചെമ്പെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഈ ദേവസ്വം കമ്മീഷണറുടെ അടക്കം ഉത്തരവിന്റെ ഭാഗമായി ഇതിൽ വന്നിട്ടുണ്ട്. അത് അതീവ ഗുരുതരവും അതോടൊപ്പം തന്നെ സസ്പീഷ്യസുമാണ് എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ജസ്റ്റിസ് KT ശങ്കരൻ സന്നിധാനത്തേക്ക് പോകുകയാണ്. അവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് മാധ്യമങ്ങൾക്ക് തടസ്സം, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് അവിടെ അനുമതി ഉണ്ടാകുമെന്ന കാര്യവും കൂടി കോടതി സൂചിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ കോടതി നൽകിയിരിക്കുന്നു. ഇതോടൊപ്പം ഒരു കാര്യവും കൂടി കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരോട്, അതായത് നിങ്ങൾ ബാധ്യസ്ഥരാകുന്നത് ഈ ഹൈക്കോടതിയോട് അല്ലെങ്കിൽ ഈ ദേവസ്വം ബെഞ്ചിനോടാണ് എന്നതാണ്. അതിൽ ഒരുപാട് മാനങ്ങളുണ്ട്. കാരണം ഒരുപാട് വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ ഇടപെടലുകൾ, അത്തരം ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട്, വളരെ സെൻസിറ്റീവായിട്ടൊരു വിഷയമായതുകൊണ്ട് നിങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി അന്വേഷിക്കുക. പ്രത്യേകം FIR ഉണ്ടെങ്കിൽ അത് ചെയ്യുക. എല്ലാ കാര്യങ്ങളും നടത്തുമ്പോഴും അത് ബാധ്യസ്ഥപ്പെടുന്നത്, അല്ലെങ്കിൽ അത് ബോധിപ്പിക്കേണ്ടത് ഹൈക്കോടതിയാണ്. നിങ്ങളുടെ അതോറിറ്റി, നിങ്ങളുടെ ഒരു സൂപ്പർവിഷ്യൽ അതോറിറ്റി അത് ഹൈക്കോടതി ആയിരിക്കുമെന്ന് പറയാതെ പറയുകയാണ് ദേവസ്വം ബെഞ്ച് ചെയ്തിരിക്കുന്നത്. യെസ്, വളരെ സുപ്രധാനമായ ഇടപെടൽ കേരള ഹൈക്കോടതി നടത്തി.